സ്വർണ്ണവിലയിൽ വമ്പൻ മുന്നേറ്റമുണ്ട്. ഇനി സ്വർണ്ണവില കൂടുകയോ കുറയോ എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ സംശയകരം. അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കും. വലിയ രീതിയിലൊരു താരിഫ് കൺസേൺ ഇപ്പോൾ ഉണ്ട് കേട്ടോ. കാരണം സ്വർണ്ണവില ഈ നികുതി ഇനിയും വരുമോ എന്നുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെഡറൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതൊക്കെ എന്താവും സ്വർണ്ണവില ഉയർത്തുന്നതിലേക്ക് ഇനിയും കാരണമാകും. ഇന്ന് എല്ലാവർക്കും അറിയില്ല അത്രമാത്രം വലിയ രീതിയിലുള്ള ഉയർച്ച കണ്ടിട്ട് സ്റ്റോക്കാണെങ്കിൽ വലിയ രീതിയിൽ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഇന്ന് FOMC മിനിറ്റ്സിൻ്റെ ഇനിയിപ്പോൾ ജെറോം പവലിൻ്റെ അടുത്ത സംസാരം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ആ സംസാരത്തിൽ അദ്ദേഹം മിക്കവാറും റേറ്റ് മാറ്റാനൊന്നും സാധ്യതയില്ല, ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ അത് എന്ത് പറയുന്നു എന്നുള്ളത് ഫെഡറലിൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള ടൂണ് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് എന്താ എന്നുള്ളതിനെ കുറിച്ചുള്ള അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതിലല്ല നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ പാഷൻ നിങ്ങൾക്കറിയില്ല, എന്ത് സ്റ്റൈലാണ് ഇന്ത്യയിൽ എടുക്കാറ് എന്നുള്ളത്. എന്തോ ഒരാൾ പറയാൻ വരുന്നു, ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരുത്തൻ ഒരു ഗുഡ്സിൽ ഒരു സാധനം വിൽക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവിടെ കൂടും. അതേപോലെ തന്നെ ഈ ഒരു അദ്ദേഹം സംസാരിക്കാൻ വരുന്നതോടുകൂടി തന്നെ സ്വർണ്ണവില എന്ത് ചെയ്യും, ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം തന്നെ 100 ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 2 പ്രാവശ്യം ഇപ്പോൾ പെട്ടെന്നൊരു റേറ്റ് കട്ടിനുള്ള സാധ്യതയില്ല. ഇനി സ്റ്റഡി ലെവലായിരിക്കും, എങ്കിൽ കൂടിയും 2 പ്രാവശ്യം ഉണ്ടാവും. പിന്നെ അതിനേക്കാളും വലുത് ഒരു വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷറും ഈ താരിഫ് ഉണ്ടാകുന്നത് കൊണ്ട്, ഈ ടാക്സ് ഉണ്ടാകുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതുകൊണ്ടും ഇപ്പോൾ റഷ്യ ഉക്രൈൻ എന്തെങ്കിലും നോക്കി ലേറ്റസ്റ്റ് ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങളാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആക്രമണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയറിൻ്റെ അങ്ങോട്ടൊക്കെ അറ്റാക്ക് പോയിട്ടുണ്ട്, ആരോപിച്ചിട്ടുണ്ട് റഷ്യ. ഉക്രൈനായിട്ട് ആക്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുടിൻ പറയുന്നത് സെലൻസ്കിയോട് ഡീലിങ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതിന് അവർ സെലൻസ്കി പുടിനെയും കുറ്റപ്പെടുത്തി. അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഡീല് സോൾവ് ആകുന്ന അവസ്ഥയിലല്ല. വെസ്റ്റ് വെപ്പൺസ് കൊടുത്തിട്ടില്ലെങ്കിൽ 2 മാസം കൊണ്ട് നിൽക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ പുടിൻ പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ എന്ന് ഇന്ത്യയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരികയാണ് ഗൈസ്. സ്കൂട്ടാതിൽ വരുന്നത് ഞാൻ മാറി നിൽക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പറയാനുള്ളത് സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,760 ഇന്ന് 680 രൂപയാണ് കൂടിയത്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാമിന് 7,595. നാളെ 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. പക്ഷേ ഗോൾഡ് ഭയങ്കര പെട്ടെന്ന് 65,000 ഗോൾഡ് പോവും. പിന്നെ ഇനി ഫെബ്രുവരി 1 എന്താവും, ടാക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടാക്സ് കൂട്ടാനുള്ള ഇമ്പോർട്ട് ഇറക്കുമതി കൂട്ടാനുള്ള സാധ്യത ചെറുതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതിന് ശേഷം അറിയുള്ളൂ. അങ്ങനെ ഉണ്ടായ പറഞ്ഞാൽ അങ്ങനെ പോവും. അത് അല്ല, ഇനി അതുണ്ടായാലും ഇല്ലെങ്കിലും 65 വേഗം പോവും. 65 മാത്രമല്ല, ഗോൾഡ് അതിവേഗം പെട്ടെന്ന് ഒരു പവന് 80,000 പോകുന്ന അവസ്ഥയും സംജാതമാകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ സ്വർണ്ണവില ഉയരാനാണ് പോകുന്നത്. ആരെങ്കിലും എത്ര വലിയ സാമ്പത്തിക വിദഗ്ധയായാലും ശരി, സ്വർണ്ണവില 40,000 പോകുമെന്ന് പറഞ്ഞാൽ അതിലൊന്നും നിങ്ങൾ വീഴരുത്. അങ്ങനെ കുറേ വലിയ സാമ്പത്തിക വിദഗ്ധർ, ഒരുപാട് വലിയ പഠിച്ച ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞിപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. പറയുമ്പോൾ തന്നെ അവരുടെ ചുണ്ടുകളിൽ ഒരു ചിരികളും ഒക്കെ കാണുന്നുണ്ട് ഇന്ത്യയിൽ. അതെന്ത് ഓട്ടോമാറ്റിക്കാണോ അതോ അവർ മനഃപൂർവ്വം പറയുന്നത് കൊണ്ടാണോ, തെറ്റ് പറയുന്നതാണോ, അതോ വിവരമില്ലായ്മ അലങ്കാരമാക്കി പറയുന്നത് കൊണ്ടോ എന്നറിയത്തില്ല. കാരണം അത്രയും വലിയ സാമ്പത്തിക വിദഗ്ധ അങ്ങനത്തെ ഒരു വിഡിത്തരം പറയാൻ സാധ്യതയില്ല. അത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അവർ പണയം വെക്കുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജ്വല്ലറിക്കാരെ ഇകയത്തുന്നുണ്ട്. അപ്പോൾ അത് വേറെ എന്തോ ഫൈനാൻസിന് വേണ്ടി സംസാരിക്കുന്നതാണോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ പല രൂപങ്ങളിൽ വരും. എപ്പോഴും ട്രെൻഡ് എപ്പോഴും ഇൻടാക്റ്റാണ്. ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം ഒക്കെ അങ്ങനെ തന്നെയാണ്. ഗോൾഡിന് ഫേവറബിൾ ആയിട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത്.